അങ്ങ് തന്ന ഈ മഹാഭാഗ്യ പദവിക്കായി നന്ദി. എ സൺ ഹു സർവ്. കർത്താവേ, ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ കരം കൂട്ടായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇപ്പോൾ പറഞ്ഞ ആ ദാൻ മോൻസി എന്ന ആ 7 വയസ്സുള്ള കുഞ്ഞിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങൾ ആ കുഞ്ഞിനെ അറിയത്തില്ല, പക്ഷേ അങ്ങയുടെ നാമമഹത്വത്തിനായി ആ കുഞ്ഞിനെ അങ്ങ് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഞങ്ങളതിൻ്റെ റിസൾട്ട് കാണാൻ പോയി. ആ സ്തോത്രം, മഹത്വം അങ്ങേക്ക്. തുടർന്ന് അങ്ങ് സംസാരിച്ചാട്ടെ, ഉപയോഗിച്ചാട്ടെ, ദുഷ്ടന്റെ പ്രവൃത്തികളെ തകർത്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. Glory to God. Hallelujah. ശുശ്രൂഷയിലായിരിക്കും നിങ്ങൾക്ക് പ്രയോജനകരാണോ? ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടോ? ഗ്ലോറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇരുന്നാട്ടെ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നമ്മളുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്കറിയാം. ഉണരൂ, തത്സമയത്ത് ഭക്ഷണം കഴിക്കൂ. എന്താണ് ആ തത്സമയത്ത് ഭക്ഷണമായി കർത്താവ് നമുക്കിപ്പോൾ തന്നത്? പിശാച് പഴയ നിയമത്തിലൊരു ഗോലിയാത്ത് രൂപത്തിലാണെങ്കിൽ, ഇന്ന് പിശാച് മറ്റൊരു ഗോലിയാത്തിൻ്റെ രൂപത്തിൽ, അനേക ദുരുപദേശങ്ങളുടെ രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ മറച്ച് അടിസ്ഥാന ഉപദേശങ്ങൾ, ഞാൻ പറയുന്ന അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത് തിരുവചനത്തിലെ അടിസ്ഥാന ഉപദേശമാണ്, തെറ്റിദ്ധരിക്കരുത്. ആമേൻ. അടിസ്ഥാന അടിസ്ഥാനങ്ങളെ മാറ്റിക്കളഞ്ഞപ്പോൾ തുടർന്ന് പണിതവരെല്ലാം തെറ്റിപ്പോയി. കാരണം അടിസ്ഥാനം തെറ്റിയാൽ എത്ര വലിയവനും വീഴും. ആമേൻ. എന്നാൽ ലോകത്തെ വെറുത്ത് ആത്മാവിൻ്റെ സ്വരം കേട്ട് ലോകത്തിൻ്റെ ഒഴുക്കിനെതിരെ ഒരുവൻ പോകുവാൻ തീരുമാനിച്ചാൽ അവൻ്റെ ആത്മാവിൻ്റെ ചെവി തുറക്കും. അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. ആത്മാവിൻ്റെ നാഥൻ പറയുന്നത് കേൾക്കുവാൻ പറ്റും. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സത്യങ്ങൾ വെളിപ്പെടും. അല്ല, ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, ലോകത്തിൻ്റെ ഒഴുക്കിനെതിരെ അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കുഞ്ഞെ, ദൈവം പറഞ്ഞത് വല്ലതും തിരിച്ചറിയണമെങ്കിൽ അതിനു മുമ്പ് ദൈവം പറഞ്ഞിട്ടുള്ള ദൈവദാസന്മാരുടെ പുസ്തകങ്ങളും ലോകത്തിൻ്റെതായ മിക്സ് ചെയ്ത പുസ്തകങ്ങൾ നീ വായിച്ചിട്ടാണ് നീ അറിയുന്നത്. ആമേ. അവിടെ എറേഴ്സ്, ധാരാളം തെറ്റുകൾ വരാനിടയുണ്ട്. ആമേ. എന്നാൽ ആത്മാവ്, പ്രിയ കുഞ്ഞെ, നിന്നെ ഉപദേശിക്കുന്നത് നീ കേട്ട് കഴിഞ്ഞാൽ അത് ഉപദേശ രീതിയിൽ നടന്നുകൊള്ളുവിൻ, അത് സത്യമല്ലോ. ആമേ. ഹല്ലേലൂയ. അത് വരുന്നത് ശൂന്യതയിൽ നിന്നെന്ന വണ്ണം നിങ്ങളുടെ അകത്തുനിന്ന്. ഒരു ലോകത്തിൻ്റെ ഒരു സപ്പോർട്ടും അതിനെ കാണത്തില്ല, അക്കത്തുനിന്ന് തെളിഞ്ഞു വരും. പക്ഷെ ഇതിനെ ഉറപ്പിക്കുവാൻ ദൈവം ലോകത്തിലെ സപ്പോർട്ടുകൾ ഒരുപക്ഷെ ഉപയോഗിക്കും, ഉപമകളായി തെളിയിക്കാൻ. ആമേൻ. അതാണ് പുതിയ നിയമത്തിൻ്റെ രീതി. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഇത് പ്രകാരം പിശാച് മറച്ചിട്ട ഒരടിസ്ഥാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഫാദേഴ്സ് ബിസിനസ്, ദ പ്രൊഡക്ഷൻ ഓഫ് സൺസ് ഓഫ് ഗാഡ്. ഇത് മറഞ്ഞു കിടക്കുകയാണ്. അതിനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയത്. ഇനി മറ്റൊന്ന്, ഇന്ന് അനേകരെ തെറ്റിച്ച് കളഞ്ഞ ദൈവവചനത്തിലെ സത്യമായൊരു വചനമുണ്ട്. അത് തെറ്റിദ്ധരിക്കപ്പെട്ട് ജനം ഏറ്റെടുത്തു. ഞാൻ പഠിച്ചത് തെറ്റിദ്ധരിക്കപ്പെട്ട,
അത് തെറ്റിദ്ധരിക്കപ്പെട്ട അത് ഏറ്റെടുത്തത് മുഖേന ഇന്ന് അനേക വ്യക്തികൾ സ്വർഗത്തിലേക്ക് എന്ന രീതിയിൽ അവർ നരകത്തിലേക്ക് പോവുകയാണ്. ആ വചനമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ കഴിയുന്നത്. There is therefore now no condemnation to them that are in Christ Jesus. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സത്യമായ വചനമാണ്. എന്നാൽ ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഇന്ന് ലോകത്ത് പഠിപ്പിക്കുന്നത് ഞാൻ കേൾക്കുന്നതും ജനത്തെ അഴിച്ചുവിടാൻ തക്കവണ്ണം ഇടയാക്കിയതുമായ രീതിയിൽ വിവർത്തനം ചെയ്യുന്ന ഒരു വചനമാണിത്. ക്രിസ്തയേശുവിലുള്ള ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ഇനി ഒരു ശിക്ഷാവിധി ഇല്ല, ഒരു ജഡ്ജ്മെന്റ് ഇല്ല എന്നാണ് ഞാൻ പഠിച്ചത്. ഒരുപക്ഷെ നിങ്ങളും പഠിച്ചത് അങ്ങനെ ആയിരിക്കാം. എന്നാൽ തിരുവചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഇതിനെതിരെ വചനങ്ങൾ പൊങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പഠിച്ചതും വചനവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ജഡ്ജ്മെന്റിന്റെ ഒരു സാമ്പിൾ കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 കൊടുത്തിരിക്കുന്നു. അതിൽ ആദ്യ കൂട്ടർ കർത്താവിനോട് പറയുന്നത്, ഞങ്ങൾ നിന്നെ കർത്താവായി സ്വീകരിച്ചവരാ. അതിൻ്റെ അർത്ഥം നമ്മളുടെ ചിന്തയിൽ അവർ ക്രിസ്തുയേശുവിലുള്ളവരാ. പക്ഷെ അവരോട് കർത്താവ് പറയാ, എന്നെ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. അപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ ഇപ്പോൾ എന്തിൻ്റെ മുമ്പിലാ? ന്യായവിധിയുടെ മുമ്പിലാ. അങ്ങനെയെങ്കിൽ ഈ വചനം അതുദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 2-3 പേരുടെ സാക്ഷ്യമൊഴിയിൽ ഏതൊരു കാര്യവും ഉറപ്പാക്കുക. ഒന്നിനോട് ഒന്ന് എതിർക്കുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമല്ല. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് കുറച്ച് ദൈവദാസന്മാരുടെ ന്യായവിധി അവിടെ കാണാം. കർത്താവ് പറയുക, അന്നാളിൽ അനേകർ എന്നോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ അഭിഷിക്തരാണോ നിൽക്കുന്നത്? ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. പിശാചിന്റെ നാമത്തിലല്ല, നിന്റെ നാമത്തിൽ. അവർക്ക് ഹൃദയത്തിൽ ഉറപ്പുണ്ട്, ഞങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് അവർക്ക് ഉറപ്പുണ്ട്, ആർക്ക് വേണ്ടിയാ പ്രവർത്തിച്ചതെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഹൃദയം നിറഞ്ഞ് കവിയുന്ന ആദര സംസാരിക്കുന്നേ. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിൻ്റെ ആ ന്യായവിധിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. അതിൻ്റെ അർത്ഥം ഞങ്ങൾ അനേക കൺവെൻഷനുകൾ നടത്തി, അനേക ക്രൂസൈഡുകൾ നടത്തി, അനേകരെ നിന്നിലേക്ക് നേടി, അനേക അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ അഭിഷിക്തന്മാർ കടന്നു വരുമ്പോൾ കർത്താവ് അവരോട് പറയാ, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നില്ല. അഭിഷിക്തരായ വ്യക്തികൾ ഇതാ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുകയാ. അങ്ങനെ എങ്കിൽ ഈ വചനം അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയോട് പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും ചെയ്താകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ വചനവും അതും ഒന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് പിശാച് മനുഷ്യന്റെ അകത്ത് കയറ്റി അടിസ്ഥാനമിട്ടത് കൊണ്ട് അനേക സഭകളുടെ അടിസ്ഥാന വാക്യമായി ഇത് കൊണ്ടുപോയി അനേകരെ നരകക്കുഴിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്.
ശരിയായി ഈ വചനം തെറ്റായ രീതിയിൽ ധരിക്കപ്പെട്ടത് കൊണ്ട്. ആമേൻ. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അനേകരെ ലോക സിസ്റ്റത്തിൽ ജീവിക്കുവാൻ ഇങ്ങനെ വിവർത്തനം ചെയ്യുമ്പോൾ അത് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇനി എനിക്കൊരു ശിക്ഷാവിധിയും ഇല്ലല്ലോ, എനിക്ക് എങ്ങനെയും ജീവിക്കാം. ചതിക്കപ്പെടരുത്. പിന്നെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഇത് ഉദ്ദേശിക്കുന്നത് ഭാവിയിലെ ഒരു ന്യായവിധിയുടെ മുമ്പിൽ നാം നിൽക്കണ്ട എന്നല്ല. പകരം ഓൾറെഡി മാനവരാശിക്ക് ഒരു ന്യായവിധി വന്നു കഴിഞ്ഞു. ഹലോ, ഭാവിയിലെ ഒരു ന്യായവിധിയുടെ മുമ്പിൽ നാം നിൽക്കേണ്ടെന്നല്ല പറയുന്നത്. പകരം ഓൾറെഡി മാനവരാശിക്ക് മുൻപേ തന്നെ ഒരു ന്യായവിധി വന്നു കഴിഞ്ഞു. ആ ന്യായവിധി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യായവിധിയിൽ നിന്നാണ് ക്രിസ്തയേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടത്. അല്ലാതെ ഇനി വരാൻ പോകുന്ന അവരവർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും ചീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കണം എന്നുള്ള ആ ജഡ്ജ്മെന്റിൽ നിന്നല്ല. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഏതാണ് ന്യായവിധി? സഹോദര സഹോദരി, തിരുവചനത്തിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ക്രിയേഷനെ കാണാം. ഒന്ന് ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി. 2 Corinthians 5:17 5:17. അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ശ്രദ്ധിച്ചാട്ടെ, അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതാ ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ വചനത്തിൽ തന്നെ എത്ര സൃഷ്ടിപ്പ് കാണാം? ഹലോ, കമോൺ, 2 സൃഷ്ടിപ്പ് കാണാം. ആമേൻ. ഒന്ന് പുതിയത്, ഇതാ വേറൊന്ന് പഴയത്. ഹല്ലേലൂയ. ഏതാ പഴയ സൃഷ്ടിപ്പ്? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതാ 1, 2, 3 അധ്യായങ്ങളിൽ നാം നോക്കുമ്പോൾ നമുക്കവിടെ കാണാം ആദത്തിന്റെ സൃഷ്ടിപ്പ്. ഇതാണ് പഴയ സൃഷ്ടിപ്പ്. ആ ആദത്തെ പറയുകയാണ് ഒന്നാം ആദം. എന്നാൽ പുതിയ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത് യേശുവിൽ നിന്നാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. 2 സൃഷ്ടിപ്പുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഗോലിയാത്ത് എന്ന ആ ദുരുപദേശ സഭകളെ തെറ്റായി ഡയറക്റ്റ് ചെയ്ത ആ ദുരുപദേശത്തെ ഇടിച്ച് താഴെയിട്ട് ദൈവത്തിൻ്റെ ശരിയായ അടിസ്ഥാനത്തിലേക്ക് സഭയെ കൊണ്ടുവരികയാണ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് 2 റൗണ്ടുകൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പുകളെ കാണാം. ആദ്യം ഒന്ന്, ഇതാ മറ്റൊന്ന്. ഇതിൻ്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും കാണാം. ഒന്നാമത്തെ റൗണ്ടാണ്
ഒന്നാമത്തെ ക്രിയേഷൻ, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൗണ്ടിലാണ് ഇതാ ന്യൂ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1, 2, 3 അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ദൈവം ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്ത് ഒരു മനുഷ്യരൂപമുണ്ടാക്കി ആ രൂപത്തിന് മേൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹി. ജീവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജീവൻ, സൊയെ ദൈവത്തിന്റെ ജീവൻ, സൂക്കെ മനുഷ്യന്റെ ജീവൻ. ആത്മലോകവും ആത്മീയ വളർച്ച എന്നുള്ള ഒന്നാമത്തെ പുസ്തകത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ലേവ്യ 17:11 പറയുന്ന ജീവൻ അത് രക്തത്തിലുള്ള ജീവനാണ്. അതാണ് സൂക്കെ, മനുഷ്യന്റെ ജീവൻ. എന്നാൽ കർത്താവ് യേശു യോഹന്നാൻ 6:62-63 വാക്യം താഴേക്ക് പറയുന്ന ആ ജീവൻ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവത്തിലെ ജീവൻ തരുന്നത് അത് രക്തത്തിലുള്ള ജീവനല്ല, അത് സ്വയേ ആത്മാവിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. ഗ്ലോറി. യേശു വന്നത് മനുഷ്യന്റെ ജീവൻ തരാനല്ല, യേശു വന്നത് ദൈവത്തിന്റെ ജീവൻ തരാനാ. ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. ആമേൻ. ഗ്ലോറി. അപ്പോൾ പ്രിയരെ, ആദം ദൈവത്തിന്റെ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹി, ആ ജീവൻ ഇരിക്കുന്ന ആത്മാവില. ആദത്തെ ദൈവം നിർത്തിയത് ദേഹി തലത്തിലാണ്. തുടർന്ന് ആദത്തിന്റെ മുമ്പിൽ ദൈവം 2 വൃക്ഷങ്ങളെ വെച്ചു. ഒന്ന്, അവൻ ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അവന്റെ മുമ്പിൽ വെച്ചു. ശ്രദ്ധിക്കുക, ഇനി കാണിക്കുന്നത് പലതും ഡൊമോയിലൂടെ ആയിരിക്കും, നാടകത്തിലൂടെ ആയിരിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സത്യം നിങ്ങളുടെ അകത്ത് കയറണം. കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ കാണുന്ന കാര്യങ്ങൾക്ക് മനുഷ്യ ഹൃദയത്തിൽ കൂടുതൽ ദൃഢതയുണ്ട്. കാണുന്ന കാര്യങ്ങളെക്കാൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് വീണ്ടും ആഴമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്നു, സ്ക്രീനിലൂടെ കാണുന്നു. ഇതാ ഇനി ഡ്രാമയിലൂടെ അത് കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങളുടെ അകത്തേക്ക് കയറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. പ്രിയ ചില സഹോദരങ്ങൾ ഇന്നും നാളെയും ഈ ഡൊമോയ്ക്ക് വേണ്ടി ഇന്നലെ കർത്താവ് ഒരല്പസമയം ഞങ്ങളെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ സഹകരിക്കണം. ഒരു നിമിഷം കൊണ്ട് ചേരുന്ന ശുശ്രൂഷയല്ല. ഈ 2 ദിവസവും നാളെ പോകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ചിലരെ നിങ്ങളെ വിളിച്ചുകൊണ്ടും അവിടെ ഇരുത്തും. എല്ലാവരും ഒരുമിച്ച് വിളിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ വേഷം തന്നെ ആയിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലാണ്. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ദൈവാത്മാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക്, ഈ ശബ്ദപരിധിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന കാണുന്നവരുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ഇട്ടുകൊടുക്കണം. അങ്ങനെ തെറ്റായ അടിസ്ഥാനങ്ങൾ ഇടിഞ്ഞ് താഴെ വീഴണം. അപ്പോൾ 2 വൃക്ഷങ്ങൾ ദൈവം ആദത്തിൻ്റെയും ഹവ്വയുടെയും മുമ്പിൽ വെച്ചു. അതിലൊന്നാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. മറ്റൊന്നാണ് വയറങ്ങം മാറ്റി.
മറ്റൊന്നാണ് ജീവന്റെ വൃക്ഷം. ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ് ആദം നിൽക്കുന്നത്. ആദത്തോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നീ മരിക്കും. ദൈവം നുണ പറയത്തില്ല. ഉൽപ്പത്തി 2:17 കഴിക്കുന്ന നാളിൽ നീ മരിക്കും. നീ മരിക്കുമെന്ന് പറഞ്ഞാൽ നീ മരിക്കും. ആമേൻ. ഹല്ലേലൂയ. കാരണം ഇത് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ അനുസരണം കാണിച്ച് ജയം പ്രാപിച്ചാൽ, നീ ഇപ്പോൾ നിന്നെ ജീവനുള്ള ദേഹിയായിട്ട് നിർത്തിയിരിക്കുന്നേ, അനുസരണം പ്രാപിച്ച് നീ ജയം പ്രാപിച്ചാൽ പിന്നെ നീ ഒരു സോൾ രൂപി അല്ല. പിന്നെ നിനക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരും. നിനക്ക് എടുക്കാൻ പറ്റത്തില്ല, നിനക്കത് തരും. അങ്ങനെ നിനക്ക് തന്നാൽ നീ ദൈവപുത്രനായി പ്രമോട്ട് ചെയ്യപ്പെടും. സോൾ രൂപിയല്ല, ആത്മരൂപിയായി വെളിപ്പെടും. ഇതാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ മനസ്സിലാക്കിയത്. അവർ ഇനി വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുവാനും കഴിയത്തില്ല. അവർ ദൈവദൂതതുല്യരും, സ്പിരിറ്റ് ബീയിങ്സ്. ഇനി അവരുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരും എന്നുമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അതിന് ജയം പ്രാപിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ 7 സഭകളോടും ജയം പ്രാപിക്കാൻ പറയുന്നത്. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവന് അവകാശമാകും, അവൻ എനിക്ക് മകനും ഞാൻ അവന് ദൈവവുമായിരിക്കും. ദൈവപുത്രന്മാരാകുവാൻ ജയം പ്രാപിക്കണം. എന്താണ് ആ ജയം? ദൈവത്തോട് അനുസരണത്തിലൂടെ ജയം പ്രാപിക്കണം. ആമേൻ. എന്നാൽ ആദം, സോൾ രൂപത്തിലിരുന്ന ആദം, അതായത് ജഡരൂപമായ മൃഗത്തിന്റെ രൂപം, ജഡം, മനുഷ്യന്റെ രൂപം സോൾ രൂപം, ദൈവത്തിന്റെ രൂപം ആത്മരൂപം. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിർത്തിയ മനുഷ്യൻ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി നിർത്തിയ മനുഷ്യൻ, ഈ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചത് മുഖേന ഇവൻ കാണിച്ച നിമിഷം ഇവൻ മരിച്ചു. ആമേൻ. മരിച്ചു. മരണദൂതൻ ഇവനെ പിടിച്ചു. മരണദൂതൻ ഇവനെ പിടിച്ച് ദൈവം പറഞ്ഞ ശിക്ഷ ഇവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഗ്ലോറി. Come on, brother. Yes, you. Where is your cap? Put. Yeah. Switch. പിശാചിന്റെ ദൂതൻ ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ അപ്പുറം ലോകത്തിന്റെ ഏരിയയാണ്. ഇത് ഏദൻ തോട്ടം. മനുഷ്യനെ ദൈവം കൊണ്ട് ആക്കിയത് ഏദൻ തോട്ടത്തിലാണ്. കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ കൊണ്ടുചെന്നാക്കി. അതായത് മനുഷ്യന് ജീവിക്കുവാൻ ഏറ്റവും നല്ല സ്ഥലം ഏദനാ. ആമേൻ. ലോകം അവന്റെ പ്രവർത്തന മണ്ഡലമാണ്. ദൈവത്തിന്റെ ആശ്രയിച്ച് നിന്നുകൊണ്ട് ദൈവശക്തി ലോകത്തിലേക്ക് വെളിപ്പെടുത്തണം. എന്നാൽ പിശാചിനെ അനുസരിക്കുകയും നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുകയും ചെയ്തതോടെ ഉൽപ്പത്തി 2:17 ദൈവം പറഞ്ഞ സംഭവം നടക്കോ ഇല്ലയോ? ഉൽപ്പത്തി 2:17 ദൈവം എന്താ പറയണേ? നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ആ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേൻ. ഹല്ലേലൂയ. നീ മരിക്കും. എന്നാൽ ദൈവം എന്തോ പറയുന്നു അതിന് ഓപ്പോസിറ്റാണ് പിശാച് പറയുകയുള്ളൂ. ആമേൻ.
പിശാച് പറഞ്ഞത് ഇതാ ആദ്യ കുടുംബം ആദാം ഹവ്വ ദമ്പതികൾ വിശ്വസിച്ചു. ആ ഫലം പറിച്ച് തിന്നു. തിന്നതോടുകൂടെ ഇതാ ഉൽപ്പത്തി 2:17 വാക്യപ്രകാരം ആദത്തിനെതിരെ ഒരു കുറ്റപത്രം, ജഡ്ജ്മെന്റ് ഷീറ്റ്, കുറ്റപത്രം എഴുതപ്പെട്ടു. ആ കുറ്റപത്രത്തിൽ എന്തായിരിക്കും ശിക്ഷ? ഒരല്പം അറിവുണ്ടെങ്കിൽ, ലോകത്തിന്റെ കോടതിയെ കുറിച്ച് അല്പം അറിവുണ്ടെങ്കിൽ പറ, എന്തായിരിക്കും ശിക്ഷ? മരണം. ആർക്ക്? അനുസരണക്കേട് കാണിച്ച ആദത്തിനും മരണം. തിന്നുന്ന നമുക്ക് പലരുടെയും ചിന്ത, ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നാ ചിന്തിക്കുന്നേ, തിന്നുന്ന നാളിൽ നിന്റെ ആത്മാവ് മരിക്കും. അല്ല, തിന്നുന്ന നാളിൽ നിന്റെ ദേഹി മരിക്കും. അല്ല, തിന്നുന്ന നാളിൽ നിന്റെ ബോഡി മരിക്കും. അങ്ങനെയാണോ ദൈവം പറഞ്ഞേ? പിന്നെ എന്താ പറഞ്ഞേ? തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം എന്ന് പറഞ്ഞാൽ വെറും സ്പിരിറ്റ് മാത്രമല്ല, ആദം എന്ന് പറഞ്ഞാൽ ദേഹിയും ശരീരവും ചേർന്നതാണ്. അതിന്റെ അർത്ഥം തിന്നുന്ന നാളിൽ നിന്റെ ആത്മാവും ദേഹിയും ശരീരവും മരിക്കും. പക്ഷേ നാം എന്തുമാത്രമേ കണ്ടോളൂ? ആത്മാവ് മരിക്കുന്നതായി. അതായത് മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ആ തേജസ് നഷ്ടപ്പെട്ടു. ആ തേജസ് നഷ്ടപ്പെട്ടു, അവൻ നഗ്നനായി എന്നവന് അറിയുകയാണ്. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ അവൻ ശ്രമിക്കുകയാണ്. അപ്പൊ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാ ആ ജഡ്ജ്മെന്റ് ആരംഭിച്ചു അവനിൽ. ദൈവത്തിന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷം പോലെയാണ് 2 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെ. ആത്മാവിൽ മരിച്ചു. ആദം എപ്പോൾ ആ വൃക്ഷഫലം കഴിച്ചോ, ആ നിമിഷം തന്നെ മരണദൂതൻ ആദത്തെ പിടിച്ചു. കൈവിട്ടേ, ഇവിടെ പിടിച്ചു. മരണദൂതൻ ആദത്തെ പിടിച്ചു. അവൻ ആത്മാവിൽ മരിച്ചു. അവനെ ലോകം എന്ന ജയിലിലേക്കാക്കി. ആ വൃക്ഷത്തിൽ തള്ളപ്പെട്ടു. അവൻ ലോകത്തിലായി. ലോകമെന്ന ജയിലിൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഏതൊരു കൊലയാളിയെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ ആക്കുന്നൊരു സ്ഥലമുണ്ട്, ജയിൽ എന്ന് പറയും. ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്ന് തോന്നുന്നു. ആദവും തലമുറയും ലോകമെന്ന ജയിലിലായി. മരണദൂതൻ ഇതാ കൈപ്പിടിച്ചോളുക. മരണം ഒരു കൈ ഇവിടെ. അവന്റെ കയ്യിൽ ജഡ്ജ്മെന്റ് ഷീറ്റ് ഉണ്ട്. മരണവിധി അവൻ നടപ്പിലാക്കാൻ പോവുകയാണ്. ആദത്തിന്റെ ആത്മാവ് മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഇനി അവന്റെ ദേഹിയും ശരീരവും കൂടെ മരിപ്പിക്കണം. ആ ശിക്ഷാവിധിയായി മരണദൂതൻ ഇതാ ലോകത്തിൽ കയറി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കയറി. റോമ 5. പ്രിയരെ, തുടർന്ന് ശിക്ഷാവിധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും മാനവരാശിയുടെ മേൽ ആ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മരണം നമ്മുടെ ശരീരത്തിലും ദേഹിയിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ശരീരം ദ്രവിച്ച് 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 ഇതാ ഈ ഭൂമിയിൽ
മരിച്ചു വീഴും. അതോടുകൂടെ ദേഹി പാതാളത്തിലേക്ക് തള്ളപ്പെടും. മരണം പൂർത്തിയാകും. ഒന്നാം മരണം. നമ്മൾ ഒന്നാം മരണത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, പക്ഷെ ബൈബിളിൽ രണ്ടാം മരണമുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്നാം മരണം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്നില്ലാതെ രണ്ടില്ല. ഗ്ലോറി, ആമേൻ, ഹല്ലേലൂയ. ഒന്നാം മരണം, ആത്മാവിൽ മരിച്ച ആദം ഇതാ മരണദൂതൻ പിടിച്ചു. ഇനി 930 വർഷക്കാലം കൊണ്ട് ഈ മരണദൂതൻ ആദത്തിന്റെ ശരീരത്തിന്റെ മേൽ തന്റെ ന്യായവിധി നടപ്പിലാക്കി. അവനെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടേയിരുന്നു. അവന്റെ ശരീരം ദ്രവിക്കാൻ തുടങ്ങി. നമ്മളിലേക്കും തിരിഞ്ഞു നോക്ക്. നിങ്ങളുടെ ശരീരവും നമ്മുടെ ശരീരവും ദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മരണദൂതൻ ന്യായവിധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ശരീരത്തിലൊന്ന് അമർത്തി തിരുമിയാൽ മതി, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചെളി ഇളകുന്നത് കാണാം. സഹോദരങ്ങൾ, അത് ചെളിയല്ല, അത് ചത്ത സെല്ലുകളാ. തൊലി ചത്തത് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. മരണദൂതൻ ന്യായവിധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അതിനെ ഓവർകം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവം അകത്ത് വെച്ചിട്ടുള്ള, മനുഷ്യൻ അനുവദിച്ച സമയത്തിൽ അകത്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അകത്തുനിന്ന് നടക്കുന്നുണ്ട്. ഏകദേശം 23 മുതൽ 28 ദിവസം കൊണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ കാണുന്ന തൊലി അവിടെ ഉണ്ടാകത്തില്ല. ആ തൊലി മുഴുവൻ ചത്ത് മരണദൂതൻ തന്റെ ശുശ്രൂഷ അതിൽ ചെയ്യുമ്പോൾ അത് മുഴുവൻ ചത്തുപോകും. എന്നാൽ അകത്തുനിന്ന് ദൈവം പുതിയ തൊലി തരുന്നത് കൊണ്ട് നമ്മുടെ തൊലി അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. മരണദൂതൻ തന്റെ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. 930 വർഷക്കാലം ആദം ജീവിച്ചു. അതോടുകൂടെ ആദത്തിന്റെ ശരീരത്തിന് മേൽ ശിക്ഷ പൂർത്തിയായി. ആദത്തിന്റെ ദേഹി പാതാളത്തിൽ തള്ളപ്പെട്ടു. അങ്ങനെ ആദത്തിന്റെ ആത്മാവും ദേഹിയും ശരീരവും മരിച്ചു. ആദത്തിന്റെ ഒന്നാം മരണം കഴിഞ്ഞു. ഒന്നാം മരണം കഴിഞ്ഞവർക്കാണ് രണ്ടാം മരണം. ആമേൻ. ഇന്ന് ആദവും ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന സകല തലമുറയും ഞാനും നിങ്ങൾ എല്ലാ മരണശിക്ഷയുടെ കീഴിലാ. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും ആ മരണശിക്ഷയുടെ കീഴിൽ. ആരും ഒരു ദിവസം ക്രോസ് ചെയ്തില്ല. ഏറ്റവും കൂടുതൽ ജീവിച്ച മെതുശലേം പോലും 969 വർഷമേ ജീവിച്ചുള്ളൂ. ദൈവത്തിന്റെ ഒരു ദിവസം തികയണതിന് മുമ്പ് ഇവിടം അവസാനിച്ചു. മരണദൂതൻ മരണവിധി നടപ്പിലാക്കി കഴിഞ്ഞു. ഈ മരണദൂതനാണ് അവസാനത്തെ ശത്രുവായി മാറിപ്പോകേണ്ടത്. ഇവരാണ് ഒടുക്കത്തെ ശത്രു. ആമേൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ പ്രിയരെ, ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. സകല മനുഷ്യരും ജീവപര്യന്തം തടങ്കലില. മരണപര്യന്തം അവർ തടങ്കലില. ഇങ്ങനെ മരണപര്യന്തം തടങ്കലിലായവരെ രക്ഷിപ്പാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ ആയതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ശിക്ഷയിലായിരുന്നവരെ വിടുവിച്ചു. ഹലോ ഹലോ, പിടുത്തം കിട്ടുന്നുണ്ടോ? തല തിരിഞ്ഞു പോയത് പിടുത്തം കിട്ടുന്നുണ്ടോ? ഓൾറെഡി ഉൽപ്പത്തി 2:17 കുഞ്ഞെ എനിക്കും നിങ്ങൾക്കും എതിരെ ഉള്ള കൈയെഴുത്ത്, ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് യേശു ക്രിസ്തു കടന്നു വന്ന് മക്കൾ ജഡരക്തങ്ങളോട്, ഹെബ്രായ ലേഖനം 2, മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ആയതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടെ ഉള്ളവനായി ജീവപര്യന്തം വിടുതലില്ല. ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരൊക്കെയും, ആരെല്ലാം? ആദവും ആദത്തിന്റെ തലമുറകളും, അവരെ ഒക്കെയും വിടുവിച്ചു. എങ്ങനെ? കൊളോസ്യർ 2. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി നമുക്കെതിരെയുള്ള, ശ്രദ്ധിച്ചോ, നമുക്കെതിരെയുള്ള കൈയെഴുത്ത്
ഹലോ ഹലോ, നമുക്കെതിരെയുള്ള കൈയെഴുത്ത്, ഈ കൈയെഴുത്താ നമുക്കെതിരെയുള്ള. ആമേൻ. നമുക്കെതിരെയുള്ള കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹലോ ഹലോ, നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഇത് സത്യമെന്നോട് ഒപ്പിടിക്കുന്നുണ്ട്, ഒപ്പിടുന്നുണ്ട് അകത്ത് കിടന്നുകൊണ്ട്. ആമേൻ. നമുക്കെതിരെയുള്ള കൈയെഴുത്ത് നീക്കിക്കളഞ്ഞു. ഈ ഒരു കൈയെഴുത്താ നമുക്കെതിരെ നിന്നിരുന്നേ. 32:17 സകല മനുഷ്യരും ജീവപര്യന്തം മരണത്തിന് അടിമകൾ. ആ കൈയെഴുത്ത് നീക്കിക്കളഞ്ഞു. ആമേൻ. നമ്മളെ സ്വതന്ത്രരാക്കി. ആ ക്രിസ്തയേശുവിനെ ഒരുവൻ ഏറ്റുപറയുമ്പോൾ, അവൻ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി കൊണ്ട്, യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി കൊണ്ട്, അവന്റെ ഒരു സ്വഭാവ ഗുണം കൊണ്ടുമല്ല, അവന്റെ കുടുംബമഹിമ കൊണ്ടല്ല, യേശു ക്രിസ്തു കാൽവരിയിൽ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഈ മനുഷ്യൻ സ്വതന്ത്രനായി. അങ്ങനെ ക്രിസ്തയേശുവിൽ ആദത്തിൽ ഉണ്ടായിരുന്ന ഞാൻ മരണത്തിന് അടിമയായിരുന്നുവെങ്കിൽ, ഞാൻ ക്രിസ്തയേശുവിൽ പുതിയ സൃഷ്ടിയായപ്പോൾ ഇതാ ഞാൻ മരണത്തിൽ നിന്ന് സ്വതന്ത്രനായി. അങ്ങനെ ക്രിസ്തയേശുവിലുള്ള എനിക്ക് ഇനി ആ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യം ഇല്ല. പിടുത്തം കിട്ടുന്നുണ്ടോ? പിടുത്തം കിട്ടിയോ? ഗ്ലോറി. ഞാൻ സ്വതന്ത്രനായി. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ഒരു ജഡ്ജ്മെന്റ്, ആദത്തിൽ നടന്ന ഒന്നാമത്തെ ക്രിയേഷനിൽ നടന്ന ഈ ജഡ്ജ്മെന്റ് പ്രകാരം ലോകത്തിലുള്ള ആദത്തിന്റെ തലമുറകൾ സകലരും ശിക്ഷാവിധിയിൽ വീണുവെങ്കിൽ, ഇതാ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി മൂലം മനുഷ്യർ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അവങ്കിലേക്ക് നോക്കിയവൻ പ്രകാശിതരായി. ആമേൻ. ഹല്ലേലൂയ. ഇതാ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് യേശു ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുകയാണ്. ആരെല്ലാം അവങ്കിലേക്ക് നോക്കിയോ അവരെല്ലാം പിശാചിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രമാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇനി ഇല്ല. ഏത് ശിക്ഷയുടെ കാര്യമായി പറയുന്നേ? 32:17. മനസ്സിലായോ? അല്ലാതെ ഇനി ഒരു വരാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ വചനങ്ങൾ തമ്മിൽ കോർത്തത്. ആമേൻ. ഹല്ലേലൂയ. നേരത്തെ വചനങ്ങൾ തമ്മിൽ കോർക്കാൻ കാരണം, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും യേശുവിന്റെ നാമത്തിൽ പോയി ഭൂതത്തെയോ രോഗികളെ സൗഖ്യമാക്കിയവരും ഭൂതങ്ങളെ പുറത്താക്കിയവരും പ്രവചിച്ചവരും, നിങ്ങൾ പറയുന്നവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണോ പറയുന്നത്? അപ്പോൾ അവർ ക്രിസ്തയേശുവിലുള്ളവരാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, വചനത്തിന്റെ ഭാഷയിലല്ല. ആമേൻ. അവർ രക്ഷിക്കപ്പെട്ടത് ഓൾറെഡി ആദം ഒരു കുഴിയിൽ വീണു. ആ കുഴിയിൽ നിന്ന് നിന്നെ യേശു ക്രിസ്തു രക്ഷിക്കുകയാ. രക്ഷിക്കപ്പെട്ട നീ അതെന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട്, ആ പ്രോപ്പർ അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ട് തുടർന്നുള്ള നിന്റെ സകല പണികളും തെറ്റി. അടിസ്ഥാനം തെറ്റിയത് കൊണ്ട് തുടർന്ന് പണിത് മുഴുവൻ തെറ്റി. ഹലോ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അടിസ്ഥാനം തെറ്റിയാൽ തുടർന്ന് പണിയൊക്കെ തെറ്റും. പിന്നെ അവസാനം കൊണ്ട് മേക്കപ്പ് പണിയാ മോളിൽ കൊണ്ടുപോയി. അമ്മേ, അത് ഞങ്ങളല്ല ബ്രദറെ, അത് കത്തോലിക്കരാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അമ്മേ, ഹല്ലേലൂയ. അതിന്റെ മോളിൽ അടിസ്ഥാനം തെറ്റിയാൽ മേൽക്കൂര വാർക്കാൻ കുഞ്ഞുങ്ങളെ പറ്റത്തില്ല. അടിസ്ഥാനം പ്രോപ്പറാണോ, നിങ്ങൾക്ക് നന്നായി മേൽക്കൂര വാർത്തെടുക്കാം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ മനസ്സിലാക്കുക, ഇനി അങ്ങനെ സ്വതന്ത്രരായി നമ്മളെ ക്രിസ്തു സ്വാതന്ത്ര്യം നൽകി. എവിടെ നിന്ന്? Oh Jesus, I thank you, Lord.
എന്തെങ്കിലുമൊക്കെ അകത്തേക്ക് കയറുന്നുണ്ടോ? കയറുന്നുണ്ട്. ഇച്ചിരി പ്രയാസമുണ്ടല്ലേ? കാരണം പഴയതിനെ നിങ്ങൾ ഉപേക്ഷിച്ചൊന്ന് മാറി കിട്ടാൻ എല്ലായ്പ്പോഴും ആളുകൾക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഏമേ. എന്നാൽ ഇവിടെ പറയുന്നത് പോലെ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു ദേവദാസന്മാരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ വചനം അത് പറയുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതിനു മുമ്പ് നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ അകത്ത് പറയും, മോനെ ഇതാ സത്യം. അകത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആമേ. ഹല്ലേലൂയ. ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയതുപോലെ ആകും അകത്ത്. ഗ്ലോറി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന ലോകം നിങ്ങൾക്ക് കാണാം. ഇവിടെ ആ ലോകമാണ് ഈ ജയിൽ. ഈ ലോകത്തെ ജയിലായിട്ട് കാണാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കും, നിങ്ങളുടെ സുഖവാസ കേന്ദ്രമായിരിക്കും. എന്നാൽ യഥാർത്ഥ ദൈവപൈതലിന് ഈ ലോകം സുഖവാസ കേന്ദ്രമല്ല, അവൻ്റെ ജയിലാണ്. ജയിലാണ്. മനസ്സിലായോ? അവനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ്, ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇടുന്ന ജയിൽ പോലെയാണ് ഇന്ന് മനുഷ്യർ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ലോക സിസ്റ്റത്തെ, ജയിലിൻ്റെ ഉള്ളിലെ സിസ്റ്റത്തെ സ്നേഹിക്കരുത്. ജയിലിൻ്റെ ഉള്ളിലെ സിസ്റ്റത്തെ സ്നേഹിക്കരുത്. എന്നാൽ ഇപ്പോഴെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ലോകം എൻ്റെ തടവറയാണെന്ന്. എന്തുകൊണ്ടാണ് തോന്നാത്തതെന്ന് അറിയാമോ? ലോകത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പാപം ചെയ്ത് കയറിയപ്പോൾ തന്നെ നിങ്ങളെ മയക്കുന്ന ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് മയക്കിയിട്ടാണ് ലോകത്ത് കയറ്റിയിരിക്കുന്നത്, തടവറയിൽ കയറ്റിയിരിക്കുന്നത്. അല്ലാതെ തടവറയിൽ കിടക്കുന്ന ബോധമുള്ളവന് അടുത്ത നിമിഷം മുതൽ എന്താ തോന്നുന്നതെന്ന് അറിയാമോ? എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? പകരം ഈ തടവറയിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ലേ ആഗ്രഹിക്കുന്നേ? എന്നാൽ സുബോധം ലഭിച്ച ചിലരെയൊക്കെ ബൈബിളിൽ കാണാം. അവര് പറയുക, ശരീരം വിട്ട്, തടവറ വിട്ട് കർത്താവോട് കൂടെ ആയിരിക്കുന്നത് എന്ത് ഉത്തമമായ കാര്യമാണ്. പക്ഷേ ഞാൻ ഈ തടവറയിൽ ആയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുബോധമില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഇത് പറഞ്ഞു തരണമെങ്കിൽ ഞാനും നിങ്ങളോട് കൂടി തടവറയിലാകണമെന്നാണ് പൗലോസ് പറയുന്നത്. ഹലോ, ഞാൻ വചനം അറിയാവുന്നവരോട് എന്ന പോലെയാണ് നിങ്ങളോട് പറയുന്നത്. അറിയത്തില്ല എങ്കിൽ ഫിലിപ്പി ലേഖനവും കൊറിന്തി ലേഖനവും എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകുവാനിടയാകും. ഗ്ലോറി. ഒരു യഥാർത്ഥ ദൈവപൈതൽ ഒരിക്കലും ഈ ലോകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കത്തില്ല. ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന കൺസെപ്റ്റിൽ മാത്രം നിലനിൽക്കും. ആ ഒരു ലെവലിലേക്ക് സ്വർഗത്തിലെ ദൈവം അവന്റെ മനസ്സിനെ തിരിക്കും. ഞാൻ ഈ ലോകം നേടാൻ ഓടി നടന്നവനാണ്. ലോകം നേടാൻ ഓടി നടന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ഉണ്ടായില്ല. അമ്മയുടെ താലിമാല പണയം വെച്ചിട്ടാണ് എന്നെ പഠിക്കാൻ അയച്ചത്. എന്നാൽ അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവൻ ഉയർത്തി. എന്നാൽ ആ ഉയർത്തലിൻ്റെ നടുവിൽ ഞാൻ ചിന്തിച്ചു, റാസൽ കൈമൽ ഓഫീസ്, തുടർന്ന് ദുബായിൽ ഓഫീസ്, തുടർന്ന് ഞാൻ റഷ്യയിലേക്ക് പോയി, അസർബൈജാനിൽ അവിടെയും $500 കൊടുത്ത് വിസ അടിച്ചു പുതിയ ഓഫീസ് അവിടെ തുടങ്ങുവാൻ. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴാണ് സ്വർഗത്തിലെ ദൈവനോട് സംസാരിച്ച്, മകനെ, ടൈം ഈസ് പ്രീഷ്യസ്. ഭാരം കൂടുന്തോറും സമയം കൂടുതൽ നീ കൊടുത്തേ പറ്റൂ. നിനക്ക് സമയം കൊണ്ട് 2 കാര്യം നേടാം. താൽക്കാലികമായി നിലനിൽക്കുന്ന ലോകവും നേടാം, നിത്യമായി നിലനിൽക്കുന്ന ദൈവരാജ്യവും നേടാം. തീരുമാനമേതാ? ഞാൻ തുടർന്ന് റഷ്യയിലേക്ക് മടങ്ങിപ്പോയില്ല. തുടർന്ന് എൻ്റെ ദുബായിൽ ഓഫീസ് മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തു. റാസൽ കൈമേൽ എൻ്റെ ഓഫീസും ഉണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. അതിലധിക ദിവസം ഞാൻ അവിടെ ഇല്ല. ആഴ്ച ചിലപ്പോൾ 3 ദിവസം 4 ദിവസം ഓഫീസിൽ പോകും, അതിൽ കൂടുതലില്ല. അത് അവിടെ ഉള്ള സമയം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. അതുകൊണ്ട് എനിക്ക് വളരെ പ്രത്യാഘാതങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം ദൈവം തരണം ചെയ്ത് എനിക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ലോകം നേടാൻ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാ
നിങ്ങൾക്കറിയാം 2000 സമയങ്ങളിലാണ് ഒരുപക്ഷെ എന്നെ അറിയാവുന്നവർക്കറിയാം ഈ ഭവനം വെച്ചത്. ഭവനത്തോടു കൂടെ നിങ്ങൾ ഇന്ന് കാണുന്ന ധ്യാനകേന്ദ്രം അല്ലായിരുന്നു ഈ ലോകത്തിന്റെ ചിന്തകളിൽ. അതൊരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു. അടിസ്ഥാനം മാത്രമേ സ്വിമ്മിംഗ് പൂൾ ഉള്ളൂ. ആ സമയങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ ചിന്തകൾ മാറ്റുവാൻ തുടങ്ങി. സ്വിമ്മിംഗ് പൂളിന്റെ അടിസ്ഥാനം പൊങ്ങി വന്നപ്പോൾ അതൊരു ധ്യാനകേന്ദ്രമായി പൊങ്ങി. ഗ്ലോറി! എൻ്റെ മനസ്സ് തിരിഞ്ഞു. ഇതിന്റെ പേരാ മാനസാന്തരം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ലോകം നേടാൻ ഓടിക്കൊണ്ടു ഇരുന്നവൻ ഇതാ മനസ്സിലായി ഇത് വെറും പൊള്ളത്തരമാണെന്ന് മനസ്സിലായി. ഇതാ ഞാൻ ഇവിടെ എന്ത് നേടിയാലും സെമിത്തേരി എന്ന ഗേറ്റിന്റെ അപ്പുറത്തേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. ഏത് പേരും ഏത് മഹത്വവും 10,000 പേര് 20,000 പേര് 10 ലക്ഷം പേര് എന്റെ നാമത്തെ ഉയർത്തി പറഞ്ഞാലും അതൊന്നും സെമിത്തേരിയുടെ അപ്പുറം പോകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ എന്നും നിലനിൽക്കുന്ന ആ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ സ്വർഗത്തിലെ ദൈവം അകത്ത് മാറ്റം തന്നു. ഗ്ലോറി, ഹല്ലേലൂയ. പിശാച് മറച്ചു വെച്ച ദൈവരാജ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ആരായി വിരിയണമെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാനൊരു ദൈവപുത്രനായി വിരിയണം. ആമേൻ. യഥാർത്ഥ ദൈവപൈതലുള്ള ലോകത്ത് ജീവിക്കാൻ താല്പര്യമില്ല. യൂട്യൂബിലുള്ള എൻ്റെ പല മെസ്സേജുകളും നിങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഗ്രീൻ ലൈനിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ മരണ ദിവസമാണ്. ഈ സന്ദേശം ഒരുപക്ഷെ ഗൾഫിലുള്ള എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടാകും. അവിടെ എൻ്റെ റൂമിൽ ഞാനൊരു ചൂരൽ വെച്ചിട്ടുണ്ട്. ഒരു വളഞ്ഞ ചൂരൽ, അറ്റത്ത് വളഞ്ഞിരിക്കുന്നു. ആ ചൂരൽ ആരംഭിക്കുന്നത് ഷാജി ഈ ലോകത്ത് ജനിച്ചു. എന്നാൽ ചൂരലിന്റെ ഇടയിൽ ഒരു റിബൺ കൊണ്ടൊരു കെട്ടുണ്ട്. അത് ഇന്ന് ഷാജി ആയിരിക്കുന്നു. ജനന സമയം മുതൽ ആദ്യമുള്ള സമയം, ആ ചൂരലിന്റെ ആദ്യ ഭാഗം ഇനി ഷാജിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഷാജിയുടെ സമയം കഴിഞ്ഞു പോയി. ഇപ്പോൾ ഷാജി ആയിരിക്കുന്നത് ആ ചുമന്ന കെട്ടുള്ള സ്ഥലത്താ. എന്നാൽ അത് കഴിഞ്ഞ് ഒരു അല്പം കൂടി മുകളിലേക്ക് പോയിട്ട് ആ ചൂരൽ ഇങ്ങനെ വളയുന്നുണ്ട്. ഗൾഫിൽ ഒരു ചൂരല, വധുക്കൾ ഉപയോഗിക്കുന്ന ഒരു ചൂരലാണത്. ആ ചൂരൽ വളയുക. അതിന്റെ വളയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിന്നെ ഷാജി വിചാരിച്ചാലും ഷാജിക്ക് ഓടാൻ പറ്റത്തില്ല. അയ്യോ നടുവേദന, അയ്യോ കണ്ണൊന്നും കാണുന്നില്ലല്ലോ, പല്ലുകളൊന്നുമില്ല, മോനെ വർത്താനം പറഞ്ഞാൽ തിരിയുന്നില്ല. ദാ മനുഷ്യൻ വളയുകയാ. അവന്റെ മഹത്വത്തിൽ നിലനിൽക്കത്തില്ല. അവൻ വളയുകയാ. പക്ഷെ ആ വളയുന്നതിന് മുമ്പ് ഇതാ ഞാനൊരു ഗ്രീൻ കെട്ടും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ. ഈ ലോകത്തു നിന്നുള്ള മാറ്റം. കാരണം ഈ ജയിലിലെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് പോകാം എൻ്റെ വീട്ടിലേക്ക്. നമ്മൾ ഈ ലോകത്ത് അന്യരും പരദേശികളുമാണെന്ന് നാം ഓർക്കണം. ഇന്നത്തെ മതസംവിധാനത്തിന്റെ ആ ആഹ്ലാദത്തിൽ നാം പോകുകയല്ല വേണ്ടത്. പൗലോസിനെ പോലെ I rejoice in sufferings, the afflictions of Christ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ മനസ്സ് തിരിയണം. കാരണം അങ്ങനെ അതിൽ ഞാൻ സന്തോഷിക്കുന്നത് കൊണ്ടാ സഭയ്ക്ക് ഞാൻ മൂലം പ്രയോജനമുണ്ടാകുന്ന 14 ലേഖനങ്ങൾ കയറി വീണത്. അല്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നമ്മളെ കൊണ്ട് പ്രയോജനമില്ലാതെയായി തീരും. കൊളോസ്യൻ 1:24 വായിച്ച്. ഇത് ആത്മീയമായിട്ടൊരല്പം വളർന്നവർക്കുള്ളതാട്ടോ ഈ ഭാഗം. മറ്റുള്ളവർക്ക് മനസ്സിലായാലും എടുക്കണമെന്നില്ല. ആമേ. നിങ്ങൾ സാധാരണ കേട്ടിട്ടൊന്നും ഉണ്ടാകത്തില്ല. കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് സ്തോത്രം. ആ ദേവദാസനായിട്ട് പ്രത്യേക സ്തോത്രം. വായിച്ച് 24. ഇപ്പോൾ സഭയോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്തിൽ സന്തോഷിച്ച്? ഇത് ബൈബിളിലെ ക്രിസ്ത്യാനിയുടെ മൈൻഡ് സെറ്റാ. ഹലോ, ബൈബിളില്
ട്രൂ ക്രിസ്ത്യാനിയുടെ മൈൻഡ് സെറ്റായി പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് ഗ്രഹിച്ചിട്ടില്ലെന്നിരിക്കും. അദ്ദേഹം പറയുക, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, I rejoice in sufferings. നമുക്ക് പറ്റുമോ? കാരണം എന്താണെന്നറിയാമോ? അവർ മൈൻഡ് സെറ്റ് ഇസ് ഡിഫറൻറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റിൽ അനേകവരുടെ മൈൻഡ് സെറ്റ് ലോകാനുരൂപമായ മൈൻഡ് സെറ്റാണ്. നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുക? താൽക്കാലികമായത് വല്ലതും കിട്ടണം. ലോകത്തിൽ താൽക്കാലികമായത് വല്ലതും കിട്ടിയാൽ സന്തോഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം അവിടെ സന്തോഷിക്കുന്നത് എനിക്കിപ്പോ കിട്ടുന്നത് നിത്യമായതാ മൊത്തം. എന്നിട്ട് താഴേക്ക് അതങ്ങ് പെട്ടെന്ന് പോയി കഴിഞ്ഞ് ഒന്നും കിട്ടത്തില്ല. ഒന്ന് പയ്യെ. എന്ത് കഷ്ടങ്ങളിൽ? ക്രിസ്തുവിന്റെ. ശരിക്കും അതിന്റെ വയസ്സ് അങ്ങനെ തന്നെയാണോ? അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ. Glory, hallelujah. Oh Jesus, I thank you. Hallelujah. നമ്മൾ പറഞ്ഞ ക്രിസ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ആയിരിക്കുന്നല്ലേ? യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മൈൻഡ് സെറ്റ് കണ്ടോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, അതിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? വേൾഡ്ലി മൈൻഡ് സെറ്റ് ഉള്ളവർ ഈ വചനം തൊടത്തില്ല. കാരണം അവർക്ക് കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല. കാരണം കഷ്ടത്തിൽ നിന്ന് മാറ്റത്തിന് അവർ ക്രിസ്തുവിനെ എടുത്ത് വരുന്നത്. ഹല്ലേലൂയ. അവര് പറയുന്നത് we will give you your best life now. Your best life now. But Christ is saying, if you sacrifice your life now, I will give you your best life. പിടുത്തം കിട്ടിയില്ല അല്ലേ? ലോകം പറയുന്നത് നിനക്കിപ്പോ ബെസ്റ്റ് ലൈഫ് തരാന്നാ പറയുന്നേ. എവിടെ? ലോകത്തിൽ. എന്നാ കർത്താവ് പറയുക, നീ നിന്റെ ജീവനെ എനിക്കായി യാഗം കഴിച്ചാൽ നിന്റെ ബെസ്റ്റ് ലൈഫ് ഞാൻ തരാം. ഹലോ, ഈ രണ്ട് സുവിശേഷം തമ്മിൽ ആനയും ആടും പോലെ അന്തരമുണ്ട്. ഇതാ പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത്. കരഞ്ഞുകൊണ്ട് പറയുക. ഫിലിപ്പിയ ലേഖനം 3 കരഞ്ഞുകൊണ്ട് പറയുക. നിങ്ങൾ യേശു സുവിശേഷം ആത്മാവെന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോണ എന്താ? അതും മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, അതും മറ്റൊരാത്മാവ് നിങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ലോകത്തിലേക്കോ? ഡയറക്ഷൻ നോക്കി, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയേ. സുവിശേഷം യേശു ആത്മാവെന്ന് കേട്ടാൽ ഓടരുത്. ഫലം എങ്ങോട്ടാ? ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയേ. ദൈവരാജ്യത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ ലോകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ ചില സഹോദരങ്ങളോട് വന്നിട്ടുണ്ട്. ഫലം നോക്കണേ എങ്ങനെയാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തരാം. ഫലം നോക്കുന്നത്, നിങ്ങൾ എറണാകുളത്ത് നിന്ന് ബസ്സിൽ കയറി, നിങ്ങൾ യാത്ര പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഇതേപോലെ തന്നെ രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവരെ സഭയിലാക്കി, സഭ എന്ന ബസ്സിൽ കയറി. നിങ്ങൾ എറണാകുളം തിരുവനന്തപുരത്തേക്ക് യാത്രയാ. വണ്ടി കയറിയപ്പോൾ തന്നെ റിജോയ്സ് റിജോയ്സ് എന്ന് പറഞ്ഞ ഭയങ്കര ബഹളം. ഒന്നും കേൾക്കാനില്ല, വേറെ എല്ലാം റിജോയ്സാ, മൊത്തം റിജോയ്സാ. അപ്പോൾ വീഡിയോ കോച്ചാണ്, AC ആണ്, എല്ലാം ഭയങ്കര റിജോയ്സാ. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നിങ്ങളും അങ്ങ് അവരുടെ കൂട്ടത്തിൽ
അങ്ങ് ചോർന്നു, റിജോയ്സ് റിജോയ്സ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു കൂട്ടുകാരത്തിയുണ്ട് മോളി, നിങ്ങളുടെ പേര് മിനി, കൂട്ടുകാരത്തിൻ്റെ പേര് മോളി. മോളിയും കയറി ഇതേപോലെ വേറൊരു വണ്ടിയിൽ, വേറൊരു സഭയിൽ. രണ്ടുപേരും എറണാകുളത്ത് നിന്ന് പുറപ്പെടുകയാണ് തിരുവനന്തപുരത്തേക്ക്. നമ്മൾ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്. ആമേ. ഒരു മണി കഴിഞ്ഞപ്പോൾ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മിനി മോളിയെ വിളിച്ചു. ആ മോളി എന്ന് വിളിച്ചപ്പോൾ മോളി എടുക്കുന്നില്ല, എടുക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നിനെ വിളിച്ചു. മിനി മോളിയെ വിളിച്ചു. അപ്പോൾ മോളി എടുത്തു. ഞാൻ നിന്നെ നേരത്തെ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ? ഇവിടത്തെ ഈ തിരക്കും ബഹളവും ഇതിൻ്റെ ഇടയിൽ നീ അടിച്ചത് കേൾക്കുന്നതേ ഇല്ല, ഭയങ്കര തിരക്കാ. അപ്പോൾ മിനി അവസാനം ചോദിച്ചു, ഞങ്ങൾ ആലപ്പുഴ അടുക്കാറായി, മോളി നീ എവിടം വരെ എത്തി? ഞങ്ങളെ ക്രോസ് ചെയ്ത് പോയോ? ഓ, അപ്പോഴാ മോളിക്ക് ബോധം വരുന്നത് ഞങ്ങളൊരു യാത്രയിലാണെന്നുള്ള കാര്യം. അപ്പോൾ മോളി ഇതുവരെ ശ്രദ്ധിച്ചില്ല, ഇതുവരെ അതിൻ്റെ ഉള്ളിലെ ബഹളമാണ്, അതിൻ്റെ ഉള്ളിലെ റിജോയ്സിങ് നടക്കുകയാണ്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കർട്ടൻ പയ്യെ പൊക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ അയ്യോ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല ഇതുവരെ. ഇവിടെ നിന്ന് ഇപ്പോഴും വണ്ടി അവിടെ തന്നെയാ, എറണാകുളത്ത് തന്നെയാ. വണ്ടി പോണില്ല. ഉടനെ മോളി മിനിയോട് വിളിച്ചു പറയുക, ഞങ്ങളുടെ വണ്ടി ഇപ്പോഴും എറണാകുളത്ത് തന്നെയാ, പോയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര കുലുക്കമുണ്ടല്ലോ ഇതിന്. ഇത് അവിടെ കിടന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൊരു കുലുക്കമേ ഉള്ളൂ, ഈ വണ്ടി മൂവ് ചെയ്യണില്ല. മനസ്സിലായോ? ഏമേ. ഇപ്പോഴും ലോകം പിശാച് എന്ത് കൊടുക്കാൻ തീരുമാനിച്ചോ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാ. കർത്താവ് അവിടെ നിന്ന് വിളിച്ചു പറയാം, മക്കളെ ഇതാ ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ ഞാൻ പ്രസാദിച്ചു, കം ബാക്ക്. ഇതിന്റെ ഡ്രൈവർ ശരിയല്ല, ഈ വണ്ടിയുടെ ഡ്രൈവർ ശരിയല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുവല്ലോ അറിയാമോ, ഇവിടെ ഡ്രൈവറുടെ സാമ്രാജ്യമാണ് ഇത്. കിങ്ഡം ഓഫ് ഗോഡ് അല്ല, കിങ്ഡം ഓഫ് ഡ്രൈവർ. ഹല്ലേലൂയ. ആ വണ്ടി കയറിയവന്റെ കാര്യമെല്ലാം പോക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിന്നെ ഒരു സ്ഥലത്ത് വെക്കത്തില്ല, പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. അവനെ കൂട്ടാൻ വേണ്ടിയല്ല തന്നത്, നയിക്കാനാ ജനത്തെ ദൈവരാജ്യത്തിലേക്ക്. യേശു വന്നതിന്റെ ഉദ്ദേശം കുഞ്ഞെ മരിച്ചുപോയ പിശാചിന്റെ തടവറയിലായ നിന്നെ വിടുവിക്കാനാ ലോകത്തിൽ നിന്ന്. ലോകമെന്ന തടവറയിൽ നിന്ന് വിടുവിച്ചിട്ടും വാതിൽ തുറന്നിട്ടിട്ട് എന്തേ കുഞ്ഞെ നീ മടങ്ങി പോകാത്തെ? നിനക്ക് സുബോധമില്ലാത്തത് കൊണ്ടാ. ആമേൻ. ഗ്ലോറി. ഓ ജീസസ്, ഐ താങ്ക് യു. കുഞ്ഞെ നിന്നെ കൊല്ലാൻ വേണ്ടി ലോകമെന്ന ജയിലിട്ടിരിക്കുക, നീ അറിയുന്നില്ല. നിന്റെ ശിക്ഷ നടപ്പിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാ. ഏതാനും സമയങ്ങൾക്കുള്ളിൽ നീ ശരീരത്തിൽ മരിക്കും, അതോടുകൂടെ നിന്റെ സോള് പാതാളത്തിലേക്ക് തള്ളപ്പെടും. എന്നാൽ അങ്ങനെയിരുന്ന മനുഷ്യനെയാണ് യേശു ക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവനെ സ്വതന്ത്രനാക്കി, അവനെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇതാ ആ ജയില് തുറന്നിട്ട് കൊടുത്തത്. ആ ജയില്, ലോകമെന്ന ജയില് ഇതാ കുഞ്ഞെ യേശു തന്റെ കാൽവരി മരണത്തിലൂടെ തുറന്നു. മരണത്തിന്റെ അധികാരിയെ പിശാചിനെ നീക്കി. എന്നിട്ട് കുഞ്ഞെ നീ അതിന്റെ അകത്ത് തന്നെ വസിക്കുന്നത് എന്തിനാ? ഞാൻ നിങ്ങളെ ലോകത്തുനിന്ന് വേർതിരിച്ചില്ലേ? ലോകമെന്ന ജയിലിൽ നിന്ന് വേർതിരിച്ചില്ലേ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ലോകം ജയിലാന്ന് ആരാ പറഞ്ഞേ? വായിച്ചേ ഗലാത്യ ലേഖനം 1-ാം അധ്യായം. കർത്താവ് നമ്മൾ എവിടെ നിന്നാ വീണ്ടെടുത്തത്? ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കാം. 2-3 വായിച്ചോളൂ. പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാർക്കും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്. ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്തുവാ?
ദുഷ്ടം ഭരിക്കുന്ന ഈ ലോകം. ഇപ്പോഴത്തെ ഈ ദുഷ്ട ലോകത്ത് നിന്നെ എന്നെയും തടവിലാക്കിയ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുവിക്കേണ്ടതിന്. അതിന്റെ അർത്ഥം നമ്മൾ എന്തിന്റെ തടവിൽ കിടക്കുക? ഈ ദുഷ്ട ലോകത്തിന്റെ തടവിലായിരുന്നു നമ്മൾ. നമ്മളെ അവിടുന്ന് വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ തടവിലായി പോയേ? പാപങ്ങൾ നിമിത്തം. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മളെ രക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളെ വിടുവിച്ചു. മനസ്സിലായോ? എന്നിട്ട് വിടുവിച്ചിട്ട് നമുക്ക് എന്തേ മനസ്സിലാകാത്തെ? എന്തേ ഇന്നും അതിന്റെ ഉള്ളിൽ കിടക്കണേ? ഇന്നും യേശുവിന് പിശാച് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ മോഹങ്ങളിലേക്ക് വിട്ടുപോണത് എന്തിനാ? കാരണം പറഞ്ഞു തരാം. സുബോധമുള്ളവരാണെങ്കിൽ ഞാൻ കിടക്കുന്നത് ജയിലിലാണെന്നും എന്നെ ആരെങ്കിലും ഇറക്കി വിടാൻ വരുന്നുണ്ടോ എന്നതേ ഇതേപോലെ നോക്കിയിരിക്കും. മനസ്സിലായോ? എന്നാൽ സുബോധം ഈ ലോകത്തിന്റെ അകത്തേക്ക് ചെന്നപ്പോൾ ലോക സ്വഭാവം നമ്മുടെ സുബോധത്തെ തകർത്ത് കളഞ്ഞു.